ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണ് അമ്പലപ്പുഴയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ കെട്ടിടം. 1,80,00,000 രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചിട്ട് വർഷങ്ങളായി. കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം ആർക്കും ഉപകാരമില്ലാതെ നശിക്കുമ്പോഴും മുമ്പ് കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇന്നുള്ളത് OP സേവനം മാത്രമാണ്. 2022-ൽ ആരോഗ്യവകുപ്പ് മന്ത്രി തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാണ് ഇന്ന് നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത നിലയിൽ ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നത്. 1,80,00,000 രൂപയായിരുന്നു കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. ഇന്ന് കാട് കയറിയ നിലയിൽ അനാഥമാവുകയാണ് അമ്പലപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഈ ഐസൊലേഷൻ കെട്ടിടം. ഐസൊലേഷൻ വാർഡായി പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിലും കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഈ കെട്ടിടം വിനിയോഗിക്കാൻ കഴിയും. എന്നാൽ അതിനുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. 1,80,00,000 രൂപ കെട്ടിട നിർമ്മാണത്തിനും അതിൻ്റെ അനുബന്ധ മറ്റു കാര്യങ്ങൾ ഫർണിഷ് ചെയ്യാനടക്കം 2.5 കോടി രൂപയോളം വകയിരുത്തിയ പ്രവൃത്തി 3 കൊല്ലങ്ങൾക്കിപ്പുറം ഒന്നുമാകാതെ കേവലം ഇരുമ്പ് തൂണിൽ കിടക്കുക എന്ന് പറഞ്ഞ് ഇതുപോലെ ദുരവസ്ഥ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കേരളത്തിൽ നമ്പർ 1 ആണ് ആരോഗ്യ കേരളം എന്ന് പറയുന്ന ഈ സമയത്ത് കോട്ടയത്തടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന അമ്പലപ്പുഴ ഫാമിലി ഹെൽത്ത് സെൻ്ററായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൽ ഇത്രയേറെ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു. ഇവിടെ OPയിൽ എത്തിച്ചേർന്ന എല്ലാ പേഷ്യൻസിനും മതിയായ ചികിത്സ ഉറപ്പാക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഇവിടെ പണം അനുവദിക്കപ്പെട്ട് പില്ലറിൽ നിർത്തപ്പെട്ട ഈ സ്ഥാപനത്തെ അടിയന്തരമായി അത് ഏത് തരത്തിലാണോ വിഭാവനം ചെയ്തിട്ടുള്ളത് ആ തരത്തിൽ പൂർത്തീകരിക്കുവാൻ ഗവൺമെൻറ്റും അധികാരികളും തയ്യാറാവണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. മുൻപ് മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റായും അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെൻ്ററായും പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. 1998 വരെ ഗൈനക്കോളജി വിഭാഗവും പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയാണ് ഇപ്പോൾ OP സേവനം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നത്. പലപ്പോഴും ഫാർമസിയിൽ മരുന്നുകളുടെയും ജീവനക്കാരുടെയും ലഭ്യത കുറവുണ്ട്. ആരോഗ്യവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തി 24 മണിക്കൂർ സേവനം ലഭ്യമാക്കിയാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികളുടെ തിരക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ കാണും. 1968 എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഈ ആശുപത്രിയിലെ ഗൈനക്കോളജി വാർഡിലാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 58 വയസ്സാണ്. ആ സമയത്ത് ഗൈനക്കോളജി വാർഡ് ഉണ്ടായിരുന്ന IP ഉണ്ടായിരുന്ന ആ ആശുപത്രി ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ പുരോഗമനത്തിലേക്ക് പോകേണ്ട ഈ ആശുപത്രി നേരെ തിരിച്ചാണ് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർ ഫട്ടിൻ്റെ നേതൃത്വത്തിൽ 5 ഡോക്ടർമാരാണ് ഇവിടെ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ഫട്ടാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 3 ഡോക്ടർമാർ PSCയുടെ പോസ്റ്റിംഗ്, ഒരാളുടേത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളും, അങ്ങനെ 5 ഡോക്ടർമാരുണ്ട്. ഏകദേശം 200-ൽ പരം OP പേഷ്യൻസിനെ നോക്കുന്നതായിട്ടാണ് ഈ കായകൽപ്പ അവാർഡ് 1,00,000 രൂപ കായകൽപ്പ അവാർഡ് കൊടുത്തുകൊണ്ടുള്ള ആ സന്ദേശത്തിൽ ഈ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം കൃത്യമായി പറയാം, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഏറ്റവും അവസാനം 1 മണിക്കുള്ള OP ക്ലോസ് ചെയ്യുന്ന സമയത്ത് OP ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു വരുന്ന എൻ്റെ പരിസരവാസികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആശുപത്രിക്ക് ഒരു പുരോഗതിയുമില്ല. ഈ പറയുന്ന കായകൽപ്പ അവാർഡുമായി കൊടുത്തിരിക്കുന്ന മുഴുവൻ ഫേക്കാണ്. ഇവിടെ ഒന്നും നടക്കില്ല. അതറിയണമെങ്കിൽ ഈ പെയിൻ്റ് അടിച്ച് ഈ കോലം കാണിച്ച് ആളുകളെ കാണിക്കാൻ മാത്രമുള്ളതല്ലാതെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന പേഷ്യൻസിന് കൃത്യമായി മരുന്നെഴുതിയാൽ അത് കൊടുക്കാൻ ഫാർമസിസ്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ആശുപത്രിയുടെ പ്രത്യേകത, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇവിടെ ഒരു മോർച്ചറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആശുപത്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും. ഒരു വയ്യാഴിക രാത്രി വന്നു കഴിഞ്ഞാലോ ഒരിടത്തും ഒന്ന് പോകാനോ വണ്ടാനത്തേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ആശുപത്രിയിൽ രാത്രി ഡോക്ടർ വേണമെന്നും കിടത്തി ചികിത്സ വേണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ പല പ്രാവശ്യങ്ങളും വന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ രാത്രി 7 മണി കഴിഞ്ഞാൽ ഡോക്ടറില്ല ഇവിടെ. അത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവപ്പെടുന്നത്. അതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാകണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ വന്നു പോയി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുകയാണ്. ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, സർക്കാർ ആശുപത്രിയിലില്ല. അമ്പലപ്പുഴ ആശുപത്രിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകും. അജയ്, സംസ്ഥാനത്തെ സംബന്ധിച്ച് ആരോഗ്യമേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ പല ആശുപത്രികളുടെയും കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? നിർമ്മാണം പൂർത്തിയാകാവുന്ന ഒരു സാധ്യത ഇനിയുണ്ടോ?
ഏറ്റവും പ്രധാന കാര്യം ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുക, അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മറ്റ് പല സർക്കാർ ആശുപത്രികളും ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് കോടികൾ മുടക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം അത് നിർമ്മാണം പൂർത്തീകരിക്കാനാകാതെ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നൊരു ആശുപത്രിയായിരുന്നു ഈ അമ്പലപ്പുഴയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം. പക്ഷേ അത് നിലവിൽ കിടത്തി ചികിത്സ ഇല്ലാതെ OP മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യമുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചാണെങ്കിൽ ദിവസേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ്, ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. തീർച്ചയായും ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രം കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിട്ട് കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ രോഗികൾക്ക് ഈ ആശുപത്രി ഉൾപ്പെടെ ഇവരുടെ ചികിത്സയ്ക്കായി സമീപിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു തിരക്ക് ക്രമാതീതമായി കുറയ്ക്കുന്നതിനും ഇത് സഹായമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായൊരു കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്തി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.